ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ചാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ചെറിയ ഷോർട്സ് മാത്രമാണ് നോർമലി ചെയ്യാറുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നൈറ്റ് റൊട്ടീൻ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർക്കിളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർക്കിളിൽ പോയപ്പോഴത്തേനും എൻ്റെ ഫേസിന് പറ്റിയ കുറച്ച് നൈറ്റ് ക്രീം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ എനിക്ക് അവസാനം ഒരു നൈറ്റ് ക്രീം കിട്ടി. അപ്പോൾ അത് ഞാൻ ചുമ്മാ അതിനെ കൊണ്ട് റിവ്യൂ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് അത് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ വാങ്ങിച്ച എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അവർ യൂസ് ചെയ്തിട്ട് അവർക്കും നല്ല ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളോട് പരിചയപ്പെടുത്താം. നിങ്ങൾക്കും ഉപയോഗപ്രദമാവും അല്ലെങ്കിൽ ഉപകാരമാവുമെങ്കിൽ അത് നല്ലതാണല്ലോ. സോ ഞാനപ്പോൾ ഇന്ന് അതൊന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. ഞാൻ നോർമലല്ല, ഇത് നൈറ്റ് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ നൈറ്റ് ഒരു സിറവും അതിൻ്റെ ഒരു ക്രീമുമാണ്. ഇത് നമ്മുടെ ഡാംഡോക്കിൻ്റെയാണ്. ഡാംഡോക്ക് 2% കോജിക് ആസിഡ്, അതിൻ്റെ ഒരു സിറമാണിത്. അതുപോലെ തന്നെ സെയിം അതിൻ്റെ തന്നെ 2% കോജിക് ആസിഡ്, ഡാംഡോക്കിൻ്റെ ഒരു ക്രീമും. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നൈറ്റ് കിടക്കുന്നതിന് മുന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സിറം എടുക്കുക. സിറം എടുത്തിട്ട് കുറച്ച് കയ്യിലോ അല്ലെങ്കിൽ ഫേസിലേക്ക് ഡയറക്റ്റോ ഏകദേശം അപ്ലൈ ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത്. പിന്നെ നമ്മൾ നന്നായിട്ട് ഇതാക്കിയിട്ട് ഫേസിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അബ്സോർബ് ആവണ വരെ നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്കിത് അബ്സോർബ് ആവും. ഇതിനൊരു ഭയങ്കര നല്ല സ്മെല്ലല്ല, ഏതൊരു പൂവിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. ഓക്കെ, അത് നമ്മൾ ഇടുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഗ്ലോ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്താണ് സിറം ഇട്ടത്. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ ക്രീം ഇട്ട് കൊടുക്കണം. അപ്പം ക്രീം ഈ ഒരു കളറിൽ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത്. കണ്ടോ, ഈ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതും നന്നായിട്ട് കഴുത്തിലും ഫേസിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് അബ്സോർബ് ആവുന്നതിനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. സോ അപ്പോൾ അത് നമ്മൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു ഗ്ലോ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൊരു 3-4 ദിവസമായിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം പാടുകൾ പിന്നെ എൻ്റെ ഭയങ്കരമായിട്ടില്ല. പക്ഷേ എന്നാലും ചെറിയ രീതിക്ക് ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഒരു ഭയങ്കര ഫേസ് എപ്പോഴും ഭയങ്കര ക്ലീനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഫ്രണ്ട്സോട് ചോദിച്ചപ്പോൾ അവരും സെയിം ഇത് തന്നെ പറഞ്ഞു. നന്നായിട്ട് അവർക്കും അത് സ്കിന്നിന് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പലരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം അവർക്കത് ഓക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചതല്ലോ, ആദ്യം സിറം ഇടുക, പിന്നെ അതിൻ്റെ പുറമെ നമ്മുടെ ക്രീം ഇടുക. ഇനി നമ്മൾ കിടന്നുറങ്ങുക. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. ഇത് കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേനും നമ്മൾ ഫേസ് വാഷ് ഇട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്തായാലും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ നല്ലതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം നല്ലതാണ്. അത്യാവശ്യം
അതിനായിട്ട് ഫേസ് ബ്രൈറ്റ് ആവും, അങ്ങനെ ടാൻ മാറും, പിന്നെ ബ്ലാക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. അങ്ങനെയൊക്കെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സ്കിൻ കുറച്ചും കൂടി സോഫ്റ്റ് ആവും. സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ വെയിലടിക്കുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ സൺസ്ക്രീനോ കാര്യങ്ങളോ പ്രൊട്ടക്ഷൻ ഒന്നും ഇട്ടില്ലെങ്കിൽ അത് വീണ്ടും നന്നായിട്ട് കിടക്കാനുള്ള ഒരു ചാൻസസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് അങ്ങനെയാണ് ഞാൻ കണ്ടത്. അപ്പം നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോൾ ചൂടിൽ എന്തായാലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, പിന്നെ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേനും റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. സൺസ്ക്രീൻ എന്തായാലും ഇടാതെ ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ അവരും പറയുന്നുണ്ട്. സോ എങ്ങനെ വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും എനിക്ക് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല റിസൾട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. വലിയ റേറ്റ് വരുന്നില്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഈ സിറത്തിന് 300 റുപ്പീസാണ് വരുന്നത്, 300 രൂപയാണ് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് റേറ്റ് വന്നിട്ട് 365 രൂപ, ഒരാളുടെ കൂടി 670 റുപ്പീസാണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. ചില സമയത്ത് ഓഫറിലൊക്കെ കാണും. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പം 200-ക്കും 100-ക്കും ഒക്കെ കിടക്കുന്നുണ്ട്. ഇത് 50 ഗ്രാമാണ്. 50 ഗ്രാം ആണെന്ന് തോന്നുന്നു. എനിക്ക് 200 ഞാൻ കണ്ടത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എല്ലാവരും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് അത്യാവശ്യം വന്നിട്ട് വർക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് വർക്കാവും എന്ന് വെച്ചാൽ 2-3 പേരായിട്ട് പറയുമ്പോൾ അവർക്ക് വർക്കായിട്ടായിരിക്കുമല്ലോ. സോ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പം എൻ്റെ നൈറ്റ് റൊട്ടീൻ അത്യാവശ്യം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ലിപ് ബാം കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. എന്നാലാണ് എനിക്കൊന്ന് സാറ്റിസ്ഫാക്ഷൻ. കിട്ടത്തുള്ളൂ. ഞാൻ നൈറ്റ് ഇപ്പം മെയിനായിട്ട് ചെയ്യുന്ന ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് ക്രീം ഇടും, നൈറ്റ് ക്രീം ഇടും. 2 ലിപ് ബാം, ഏതെങ്കിലും ഒരു നല്ല ലിപ് ബാം ഇടും. ഞാൻ എൻ്റെ സ്കിന്നിന് എന്നെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.